കൃഷ്ണ ഗുരുവായൂരപ്പ. നാളെ നമ്മളെ വിഷു ആണ്. ഗുരുവായൂരിലെ വിഷുക്കണിയെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഗുരുവായൂരിലെ വിഷു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം തന്നെയാണ്. ആ പ്രാധാന്യത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ഇന്ന് വൈകിട്ട്, ഇന്ന് രാത്രിയോടുകൂടി എല്ലാ കാര്യങ്ങളും, അതായത് നാളെ രാവിലെ പുലർച്ചെ കണി കാണേണ്ടുന്ന കാഴ്ച ദ്രവ്യങ്ങളും എല്ലാം കീഴ്ശാന്തിക്കാർ ഇന്ന് രാത്രിയോടുകൂടി ഗുരുവായൂർ അമ്പലത്തിൽ റെഡിയാക്കി വയ്ക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് ശീവേലിക്ക് ഇറക്കുന്ന ആ തെടമ്പാണ് ഭഗവാന്റെ പ്രതിരൂപമായിട്ട് വയ്ക്കുക. അതിൻ്റെ സ്വർണ്ണപീഠത്തിലാണ്, ശരിക്ക് സ്വർണ്ണസിംഹാസനത്തിലാണ് ഗുരുവായൂരപ്പൻ കണ്ണൻ എഴുന്നള്ളിയിരിക്കുക. അതിൽ ബാക്കി ശരിക്കും പറഞ്ഞാൽ കൊന്നപ്പൂവും ചക്ക, മാങ്ങ, തേങ്ങ എല്ലാതും ഉൾപ്പെട്ട ഒരു കാഴ്ചയാണ്. വെള്ളരിക്ക, അതുപോലെ സ്വർണ്ണ കോയിൻ, ഇതെല്ലാം വയ്ക്കും. അതിനുശേഷം മേൽശാന്തി ഏകദേശം 2 മണിക്കാണ് മേൽശാന്തി കുളിക്കുക. 2 മണിക്ക് കുളിച്ചാലാണ് പിറ്റേ ദിവസത്തെ, അതായത് അന്നത്തെ കുളിയാവുള്ളൂ എന്നാണ് ഗുരുവായൂരിലെ ആ ഒരു സമ്പ്രദായം. അതിന് എന്താ അഹസ് പകരുക എന്നൊക്കെ പറയും. അതിനു മുൻപ് മേൽശാന്തിക്ക് കണി കാണാൻ വേണ്ടിയിട്ട് മേൽശാന്തിയുടെ റൂമിൽ അദ്ദേഹത്തിന് ഒരു ഫോട്ടോ ഒക്കെ വെച്ച് അവിടെ കണി അലങ്കരിച്ച് അത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം കുളിച്ച് റെഡി ആയിട്ടാണ് അമ്പലത്തിലേക്ക് എത്തുക. മേൽശാന്തിയും അതേപോലെ കീഴ്ശാന്തിക്കാരും എല്ലാവരും കൂടിയാണ് ശ്രീകോവിലിനകത്തേക്ക് കയറുക. അതിനുശേഷം വാതിലടച്ച് ആദ്യം ഭഗവാനെ കണി കാണിക്കും. അതുപോലെ കണി ഒരുക്കുന്നത് മുഖമണ്ഡപത്തിൻ്റെ വലത് വശത്താണ്. മേൽശാന്തി കയറിയിട്ട് നട അടച്ചു കഴിഞ്ഞാൽ നമ്മളോട്, പുറത്ത് ഉള്ള ആളുകളോടൊക്കെ, ഭക്തരോടൊക്കെ പറയും കണ്ണ് അടച്ച് നിന്നോളാൻ. എന്നിട്ട് മേൽശാന്തി നട തുറന്നതിന് ശേഷം നമ്മളോട് കണ്ണ് തുറക്കാൻ പറയും. അപ്പോഴാണ് നമ്മൾ ആ കണ്ണനെ കണി കാണുന്നത്. അതുപോലെ മണ്ഡപത്തിലുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് മണ്ഡപത്തിലും കണി ഉണ്ട്. പക്ഷെ അവിടേക്ക് തിടമ്പ് ഇറക്കി കൊണ്ടുവരില്ല. അതിന് പകരമായിട്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വേറെ വെച്ച് ഇതേപോലെ നമുക്ക് കാണാനുള്ള ഉതകുന്ന തരത്തിലുള്ള ആ ഒരു കാഴ്ച, കണിക്കൊന്ന പൂവും ബാക്കിയെല്ലാം ഉൾപ്പെട്ട ഉരുളിയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാവുന്നതാണ്. ഓട്ടുരുളിയിലാണ് കണി നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വെക്കുക. ബാക്കി എല്ലാം സ്വർണത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും കണി അലങ്കരിച്ച് വെക്കുന്നത് ഓട്ടുരുളിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അതിവിശിഷ്ടമായ വിഷുക്കണി കാണാനുള്ള ആ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ, ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അതല്ലാത്തവർക്ക്, കിട്ടാത്തവർക്ക് നമ്മളിപ്പോൾ ഈ അറിഞ്ഞ അറിവുകൾ വെച്ച് അവിടെ ഇന്ന മാതിരിയാണ്, ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന മാതിരിയാണ് നടക്കുന്നത് വിഷുക്കണി എന്നൊക്കെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. എന്നാലും നമ്മളെ പ്രാർത്ഥന ആ ഗുരുവായൂരപ്പൻ കേൾക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, വിഷുക്കണി ആശംസകൾ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.